സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സപ്പോർട്ട് ആൻഡ് യൂട്ടിലിറ്റി സർവീസ് 1 എന്ന പേപ്പറിലെ യൂണിറ്റ് 3യുടെ കണ്ടിന്യൂഷൻ ആണ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂട്ടിലൈസേഷൻ ഓഫ് ആംബുലൻസ് ആണ്. നമ്മൾ എങ്ങനെയാണ് ഒരു ആംബുലൻസിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന്. ആദ്യം പറയുന്നത് ജനറൽ പ്രാക്ടീഷേഴ്സ്, അതുപോലെ പോലീസ്, മെമ്പേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി, അങ്ങനെയുള്ളവരാണ് ആംബുലൻസ് കോൾ ചെയ്യുന്നതും അത് ആക്സിഡന്റ് നടന്ന എമർജൻസി സൈറ്റ്സിലോട്ട് നമ്മൾ കോൾ ചെയ്യുന്നത് അവരൊക്കെയാണ്. അതുപോലെ തന്നെ ജനറൽ പ്രാക്ടീഷർ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിൽ കറക്റ്റായിട്ട് ഔട്ട് പേഷ്യന്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആംബുലൻസിനെ ടെലിഫോൺ വഴി അറേഞ്ച് ചെയ്യാറുണ്ട്. സോ ഇതൊക്കെയാണ് യൂട്ടിലൈസേഷൻ ഓഫ് ആംബുലൻസിൽ പറയുന്നത്. നെക്സ്റ്റ് ഹോസ്പിറ്റൽ റിക്വസിഷൻ റിപ്പോർട്ട്. സോ ലോങ് ആൻഡ് ഷോർട്ട് നോട്ട്സ് ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ ടോപ്പിക്സ് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ എമർജൻസി കേസോ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വീടുകളിൽ പോയിട്ട് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഔട്ട് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ്സിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള ഈ പേഷ്യൻസിനെ വീടുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പേഷ്യൻസിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് ഫർദർ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പേഷ്യൻസിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ലോക്കൽ അതോറിറ്റിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പ്രഗ്നന്റ് ആയ വുമൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻസ്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കൺവീനിയൻസ് നോക്കിയിട്ട് നമ്മൾ ആംബുലൻസ് റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിവിഷൻ based on route filled by vehicles ആണ്. സോ നമ്മളിത് മെയിനായിട്ടും ആംബുലൻസിനെ അല്ലെങ്കിൽ വെഹിക്കിൾസ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കും പല ടൈപ്സ് ആയിട്ടാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് എയർ ആംബുലൻസ്. എയർ ആംബുലൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് മെഡിക്കൽ പേഴ്സണൽസിന് അല്ലെങ്കിൽ ഒരു വൂണ്ടഡ് ആയിട്ടുള്ള ആളെ ഇവാക്യുവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു റിമോട്ട് ലൊക്കേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആക്സിഡന്റ് ഉണ്ടായ സൈറ്റിൽ നിന്ന് ഒരു മെഡിക്കൽ ഫെസിലിറ്റിയോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് മെഡിക്കൽ എക്യുപ്പൈഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സിവിലിയൻ EMT വെഹിക്കിൾസ്, അതുപോലെ തന്നെ എയറോമെഡിക്കൽ ഹെലികോപ്റ്റർ സർവീസസ്, ആർമിയുടെ എയർ ആംബുലൻസസ്. സോ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ട് ചില പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കലി അങ്ങനെയുള്ള മെത്തേഡ്, നേവി ഷിപ്പ്, ഷോർ ബേസ്ഡ് നാവൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. എയർ ആംബുലൻസ് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് ആയ ഹെലികോപ്റ്റേഴ്സ് ഒക്കെയാണ്. സോ ഇതെല്ലാം ഫുള്ളി എക്യുപ്പൈഡും ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫെസിലിറ്റി, ICU ഫെസിലിറ്റീസ് ഒക്കെയുള്ള ഹെലികോപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും. സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് പേഷ്യൻസിന്റെ സേഫ്റ്റിയും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിൽ വെച്ച് തന്നെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ അവർക്ക് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് എത്താനും നമുക്ക് സാധിക്കുന്നുണ്ട്. സോ നമ്മുടെ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഷിഫ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. എയർലിഫ്റ്റ് ചെയ്തതിനു ശേഷം സേഫർ ആയിട്ടുള്ള ഒരു പ്ലേസിലോട്ട് ക്വിക്ലി പോസിബിൾ ആയിട്ട് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യാം. എയർ ആംബുലൻസ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ബെഡും പേഷ്യന്റ് ഓൺ ബോർഡ്, അതുപോലെ തന്നെ എല്ലാ കൺട്രീസിലും എയർപ്ലെയിൻസിനെയാണ് നമ്മൾ കൺവേർട്ടഡ് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തിട്ട് ആംബുലൻസുകൾ ആക്കാറ്. സോ മാസ് ആയിട്ടുള്ള കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ആൻഡ് മെഡിക്കൽ റിലീഫ് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പൊ റെസ്ക്യൂ മിഷന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ തന്നെ ഫ്ലഡ് വന്ന ടൈമിൽ 2018 ഫ്ലഡ് വന്ന സമയത്ത് ഹെലികോപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഫ്രാൻസ്, റഷ്യ, ഓസ്ട്രേലിയയിലൊക്കെ ആംബുലൻസ് സർവീസസ് അവർ കുറച്ചും കൂടി വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവർ നടത്തുന്നത്, കുറച്ചും കൂടി എമർജൻസി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടും. ഇന്ത്യയിലും ഇങ്ങനെ പല ഇൻസിഡൻസും നമ്മൾ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ഹൈദരാബാദ്, സൂറത്ത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എയർ ആംബുലൻസ് വഴി നമ്മൾ പേഷ്യൻസിനെ സർവൈവ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെലികോപ്റ്റർ ആംബുലൻസ് ആണ്. സോ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഈസ് എ ടൈപ്പ് ഓഫ് റോട്ടർ ക്രാഫ്റ്റ് ആണ്. സോ ഇത് നമുക്ക് ലിഫ്റ്റ് ചെയ്യാനും ട്രസ്റ്റ് നമുക്ക് വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ, അല്ലെങ്കിൽ 1 or more എഞ്ചിൻസ് ആണ് ആ റോട്ടറിൽ ഉള്ളത്. സോ അത് ഉപയോഗിച്ച് നമുക്ക് ഹെലികോപ്റ്റേഴ്സ് ടേക്ക് ഓഫ് ചെയ്ത് ഒരു ലാൻഡിൽ, ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ലാൻഡിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് ഫ്ലൈ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഹെലികോപ്റ്റേഴ്സ് മെയിൻ ആയിട്ടും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഫിക്സിൻ വിങ്സും എയർക്രാഫ്റ്റിൽ യൂഷ്വലി നമുക്ക് അങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയ വേണം. സോ അതിന്റെ കാപ്പബിലിറ്റി, എഫിഷ്യൻസി എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ആ ഹെലികോപ്റ്റേഴ്സ് അക്കംപ്ലിഷ്മെന്റ് നമ്മൾ നോക്കുന്നത്. പിന്നെ മോസ്റ്റ്ലി നമ്മൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണ് ഹെലികോപ്റ്റർ ആംബുലൻസുകൾ നമ്മൾ വൂണ്ടഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ അല്ലെങ്കിൽ സിക്ക് ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറ്. സോ വെൽ എക്യുപ്പഡ് ആയിട്ടുള്ള ട്രെയിൻഡ് സ്റ്റാഫ്സ് ആയിരിക്കും ഈ റെസ്ക്യൂ മിഷൻസിൽ അല്ലെങ്കിൽ റെസ്ക്യൂ ടാസ്കിലെല്ലാം ഉണ്ടായിരിക്കുന്നത്.
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന റിക്വയർമെന്റ് നോംസ് ഓഫ് ആംബുലൻസ് ആണ്. നമ്മൾ റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മൾ കമ്മിറ്റി ഇപ്പൊ ഡൽഹി ഹോസ്പിറ്റൽ റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ച് അതോറിറ്റൈസേഷൻ ചെയ്യുന്നുണ്ട്. അത് നമ്പർ ഓഫ് ആംബുലൻസ് ഒരു ഹോസ്പിറ്റലിന് എത്രയാണ്, ബെഡ് കപ്പാസിറ്റിയുടെ അണ്ടറിലാണ് നമ്മൾ ആംബുലൻസ് ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു 100 to 200 ബെഡുള്ള ഹോസ്പിറ്റലിൽ 3 ആംബുലൻസ് വേണം. അതുപോലെ 200 to 300 ബെഡുള്ള ഒരു ഹോസ്പിറ്റലിൽ 4 ആംബുലൻസും 300 ആൻഡ് എബോവ് ഉള്ള ഹോസ്പിറ്റലിൽ 6 ആംബുലൻസും ആണ് നമ്മൾ വേണ്ടത്. സോ ഇങ്ങനെ നമുക്ക് ആംബുലൻസിനെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷന്റെ അണ്ടറിൽ നമുക്ക് എന്താണ് ഇപ്പൊ ഇൻഫെക്റ്റഡ് ഡിസീസസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് സ്കെയിൽ റെക്കമെൻഡ് ചെയ്തിട്ട് ഇന്റർമ്യൂറൽ റിക്വയർമെന്റ്സ് എല്ലാം നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആംബുലൻസുകൾ ഉള്ള സമയത്ത് നമുക്ക് ഓഫ് റോഡ് ആയിട്ടുള്ള പ്രിവെന്റീവ് മെയിൻ്റെനൻസും ബ്രേക്ക് ഡൗൺ മെയിൻ്റെനൻസും അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. സ്കെയിൽസ് റെക്കമെൻഡേഷൻ 1968 പറയുന്നത് അവർ റിവ്യൂ ചെയ്തത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഫ്ലോഡ്. സോ അതിന്റെ ബേസ് ചെയ്ത് നമ്പർ ഓഫ് വെഹിക്കിൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആക്സിഡൻസിനും കൂട്ടുന്നുണ്ട്. അതുപോലെ ട്രോമാസ്, എമർജൻസി കേസസ് എല്ലാം വരുന്നുണ്ട്. നമ്പർ ഓഫ് ആംബുലൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഒരു മാൻ പവർ അല്ലെങ്കിൽ ഇതൊരു പ്ലാനിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത ആളുകൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാറ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു ടോപ്പിക്കാണ് ട്രാൻസ്പോർട്ട് സർവീസസ്. പേഷ്യൻസിനെ കറക്റ്റായിട്ട് ട്രാൻസ്പോർട്ട് സർവീസ് വഴി അല്ലെങ്കിൽ പേഷ്യൻസിനെ കറക്റ്റായിട്ട് നമുക്കൊരു മെഡിക്കൽ ഫെസിലിറ്റീസിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം. സോ ഇത് നോൺ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്കത് പോസിബിൾ ആണ്. എമർജൻസി സിറ്റുവേഷൻസിൽ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എമർജൻസി മെഡിക്കൽ സർവീസസ് അല്ലെങ്കിൽ നോൺ എമർജൻസി പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് സെയിം ഏജൻസീസിനെ തന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് ടിപ്പിക്കലി നമ്മുടെ പേഷ്യൻസിന്റെ നീഡ്സ് അനുസരിച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ഹൈ ഓർ മോർ സ്പെഷ്യലൈസ്ഡ് ലെവൽസിൽ എമർജൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ അർജന്റ് ആയിട്ട് എത്തിക്കാറുണ്ട്. ട്രാൻസ്ഫർ പേഷ്യന്റ് എന്ന് പറയുന്നത് എസ്പെഷ്യലി നമുക്ക് ലോക്കൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിൽ നിന്ന് തന്നെ സ്പെഷ്യലൈസ്ഡ് കെയറിലോട്ടും പേഷ്യൻസിനെ ഇപ്പോൾ ഒരു കാർഡിയാക് കാത്തറ്ററൈസേഷൻ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വന്ന പേഷ്യൻസിനെ എല്ലാം നമ്മൾ അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നുണ്ട്. സോ ഇതാണ് ട്രാൻസ്പോർട്ട് സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.